20-ാം നൂറ്റാണ്ടിലെ മഹത്തായ പ്രഭാഷണങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ആ വാക്കുകളെ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തിയത്. ഒരു ജനത അനുഭവിച്ചു തീർത്ത കൊടിയ യാതനകളും ദുരിതങ്ങളും മുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ രാഷ്ട്രത്തിന് ജനങ്ങളോടും ലോകത്തോട് തന്നെയും വിളിച്ചു പറയാനുള്ളത് മുഴുവൻ ഉൾക്കൊണ്ട ആ വാക്കുകൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കണ്ണു തുറന്ന ആ രാത്രിയിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ് ആരംഭിച്ചത്. ദീർഘകാലം മുമ്പ് വിധിയുമായി നാം ഒരു സന്ധിയുണ്ടാക്കി. പൂർണ്ണമായിട്ടോ മുഴുവനായ അളവിലോ അല്ലെങ്കിലും അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള സമയം ഇതാ ആഗതമായിരിക്കുന്നു. അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ, ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെണീക്കും. ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം സമാഗതമായിരിക്കുന്നു. നാം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയാണ്. നെഹ്റുവിൻ്റെ പ്രഭാഷണ വൈഭവം കൊണ്ടും ഭാഷയുടെ ശക്തി കൊണ്ടും ആശയസ്ഫുടത കൊണ്ടും കാലങ്ങളോളം ഓരോ ഭാരതീയനും അഭിമാനത്തോടെ ഓർത്തിരിക്കാവുന്ന ഒരു പ്രസംഗമായി അത് മാറുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ്റെ നിമിഷത്തിലേക്ക് രാജ്യത്തെ എത്തിച്ച നൂറ്റാണ്ടുകൾ നീണ്ട ത്യാഗ പരിശ്രമങ്ങളോടുള്ള ആദരവും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇനി ഭാവിയിലേക്കുള്ള ദിശാസൂചികയും ഒരു സംസ്കാരത്തിൻ്റെ പുനർജന്മവുമായിരുന്നു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന ആ പ്രസംഗം. വർത്തമാന യാഥാർത്ഥ്യങ്ങളും നാം സ്വപ്നം കണ്ട ഭാവിയും അതിൽ ഒരുപോലെ നിഴലിച്ചിരുന്നു. സ്വാതന്ത്ര്യ കൈമാറ്റത്തിന് തൊട്ടു മുൻപ് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയോടടുത്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചരിത്രപരമായ ആ പ്രഭാഷണം നെഹ്റു നടത്തിയത്. രാജ്യത്തിനും അതിലെ ജനങ്ങൾക്കും വിശാല അർത്ഥത്തിൽ മാനവികതയ്ക്കും വേണ്ടി നിലകൊള്ളുമെന്ന എക്കാലത്തെയും വലിയൊരു പ്രഖ്യാപനമായിരുന്നു ഈ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ട വിജയപരാജയങ്ങളുടെ ചരിത്രത്തിലെവിടെയും കൈവിടാതെ രാജ്യം സൂക്ഷിച്ച ആശയങ്ങളെക്കുറിച്ച് പരാമർശിച്ച ശേഷമാണ് കഷ്ടതയുടെ ഒരു കാലഘട്ടം അവസാനിച്ച് രാജ്യം അതിൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്ന ദിനം ആഗതമായെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും കവാടം തുറക്കുന്ന ഈ വേളയിൽ രാജ്യത്തിൻ്റെ ഭാവിയിലേക്കുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരല്ലേ നമ്മളെന്ന ചോദ്യം ഉയർത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യലബ്ധിയിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിന്മേൽ വന്നുചേരുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ജനങ്ങളെ പ്രതിനിധീകരിച്ച് ആ സഭയിലിരിക്കുന്നവരുടെ ബാധ്യതകളും ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം മറന്നില്ല. കഷ്ടത അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് രാഷ്ട്രസേവനമെന്ന് ഓർമ്മപ്പെടുത്തി. ദാരിദ്ര്യവും അവഗണനയും മഹാമാരികളും അവസര നിഷേധവും അവസാനിപ്പിക്കുന്നതാവണം അതിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് അവസാന തുള്ളി കണ്ണുനീരും തുടച്ചു മാറ്റുകയായിരുന്നു മഹാത്മാക്കളുടെ ലക്ഷ്യം. കണ്ണുനീരും കഷ്ടപ്പാടും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനവും അവസാനിക്കാറായിട്ടില്ല. സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ നിറം പകരാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ സ്വപ്നങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ്. ഒപ്പം അത് മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളത് കൂടിയാണ്. നെഹ്റു രാജ്യത്തെ ഓർമ്മിപ്പിച്ചു. നിഷേധാത്മകമായ വിമർശനങ്ങളും പരസ്പരമുള്ള പഴിചാരലുകളും അവസാനിപ്പിച്ച് രാഷ്ട്ര പുരോഗതിക്കായി കൈകോർക്കാൻ ഓരോ ഭാരതീയനോടും ആ ചരിത്ര പ്രസംഗത്തിലൂടെ നെഹ്റു ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പിൽക്കാലത്ത് രാജ്യം കണ്ട പല പ്രധാനമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം പ്രസംഗങ്ങൾ സ്വയം എഴുതിയുണ്ടാക്കുന്നതായിരുന്നു നെഹ്റുവിൻ്റെ രീതി. പ്രസംഗങ്ങൾ മറ്റാരെങ്കിലും എഴുതി കൊടുക്കുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അധികാരത്തിലിരുന്നിരുന്ന കാലയളവിൽ വിദേശ സന്ദർശനത്തിലുൾപ്പെടെ പ്രസംഗങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നെഹ്റുവിൻ്റെ അധിക പ്രസംഗങ്ങളും അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയവയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ പിന്നീടത് പറഞ്ഞിട്ടുമുണ്ട്. കത്തുകൾ എഴുതാനും പ്രസ്താവനകൾ നൽകാനും പ്രസംഗങ്ങൾ തയ്യാറാക്കാനും നെഹ്റു ഏറെ സമയം ചെലവഴിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മലയാളിയുമായ എം.ഒ. മത്തായി പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിയുടെ പ്രഖ്യാപനമായി കണക്കാക്കപ്പെടുന്ന വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നെഹ്റുവിൻ്റെ മാത്രം വാക്കുകളായിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം നടത്തിയ
ആ വെളിച്ചം അസ്തമിച്ചു എന്ന പ്രസംഗവും ചരിത്രത്തിൽ ഇടം നേടിയതാണ്. കാലമിത്രയും പിന്നിടുമ്പോഴും ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തോട് സംസാരിക്കാൻ ഇന്നും നെഹ്റുവിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് സാധിക്കുന്നുവെന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി.